അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവ് എന്നോട് ചോദിക്കുകയാണ്, നീ എന്തിനാ വിഷമിക്കുന്നേ? നിന്നോട് ഞാനല്ലേ വീടിൻ്റെ കാര്യം പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യുക, നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഫിലിപ്പിയർ 4:19. നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ആ വചനം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥിക്കുമ്പം എന്നും എല്ലാവരുടെയും കൂടെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഈ വചനം കൈകോർത്തു പിടിച്ച് എല്ലാവരുമായിട്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥന നിർത്തും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മോർഗേജ് പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വരികയാണ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം മോർഗേജ് കിട്ടാനുള്ള ഒരിതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. പക്ഷേ ഇതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ മോർഗേജ് പാസ്സായി എന്നുള്ള മെയിൽ വന്നു. പിന്നെ ഞങ്ങൾ ആ കണ്ടുവെച്ച വീട് അവിടെ പോയി അതിനെപ്പറ്റി സംസാരിക്കണം. അപ്പം ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ ഉപ്പ് കൈ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ വീടിന് ചുറ്റും, വീട് കാണാൻ പോയ സമയത്ത് വീടിന് ചുറ്റും അവിടെ ഇട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇവിടെ വെച്ച് മാതാവിൻ്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ വീടിൻ്റെ കാര്യം എഴുതാൻ പറഞ്ഞപ്പോഴേ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് വീട് കിട്ടുവാണ്, എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ ആ വീട് വാങ്ങിച്ച് അതിൻ്റെ കീവായിട്ട് ഇവിടെ വന്ന് ഇനി ഏത് സാഹചര്യമാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് തിരിച്ചു വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ആ വീടിൻ്റെ കീവായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് മാതാവിന് ഉറപ്പ് കൊടുത്തിരുന്നു.